പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തിരഞ്ഞെടുപ്പിൽ നമ്മുടെ നിലപാട് എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. നമ്മുടെ കാലഘട്ടത്തിൽ ഒരു പൗരൻ എന്ന നിലയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന വിഷയമാണ് തിരഞ്ഞെടുപ്പ്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ കാര്യവും തീരുമാനിക്കപ്പെടേണ്ടത് അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് അനുസരിച്ചായിരിക്കണം. നമ്മുടെ വോട്ട് വെറും ഒരു പൗരാവകാശമല്ല, അമാനത്താണ്, വിശ്വാസപരമായ ഉത്തരവാദിത്തമാണ്. സൂറത്ത് നിസാ 58-ാം വചനത്തിൽ അള്ളാഹു തആല പറയുന്നു, നിശ്ചയമായും അമാനത്തുകൾ അതിൻ്റെ അവകാശികൾക്ക് ഏൽപ്പിക്കണമെന്ന് അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു. ഭരണം ഏൽപ്പിക്കാനുള്ള നമ്മുടെ തീരുമാനം അത് തിരഞ്ഞെടുക്കുന്ന വ്യക്തിയോ പാർട്ടിയോ ആകട്ടെ, ഈ അമാനത്ത് നമ്മൾ ഏൽപ്പിക്കേണ്ടത് അതിന് അർഹതയുള്ളവർക്കാണ്. ഏറ്റവും മികച്ച ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊന്നി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഏൽപ്പിച്ച അമാനത്ത് നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ അന്ത്യനാൾ പ്രതീക്ഷിക്കുക എന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട്. നമ്മുടെ വോട്ട് ആർക്ക് നൽകണം? അള്ളാഹുവിനെ ഭയമുള്ളവർക്ക്, ഭരണനിർവഹണത്തിന് ആവശ്യമായ അറിവും കഴിവും സാമർഥ്യവും സത്യസന്ധതയുമുള്ളവർക്ക്, ജാതിമത ഭേദമന്യേ നീതി ഉറപ്പാക്കുന്നവർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, 7 വിഭാഗം ആളുകൾക്ക് അള്ളാഹു തൻ്റെ തണൽ നൽകും. അതിൽ ഒരാൾ നീതിമാനായ ഭരണാധികാരിയാണ്. വോട്ട് ചെയ്യുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? ചിലരൊക്കെ ചോദിക്കും, വോട്ട് ചെയ്യാതിരുന്നാൽ എന്താണെന്ന്. അത് നമ്മുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുന്നതിന് തുല്യമാണ്. നല്ലൊരു ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തുമ്പോൾ മോശം ഭരണാധികാരികൾക്ക് അധികാരം ലഭിക്കാനുള്ള സാധ്യത നമ്മൾ വർദ്ധിപ്പിക്കുകയാണ്. തിന്മയെ തടയാനും നന്മയെ സ്ഥാപിക്കാനും ഒരു മുസ്ലിമിന് ബാധ്യതയുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ അവൻ തൻ്റെ കൈകൊണ്ട് അതിനെ മാറ്റട്ടെ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ അവൻ തൻ്റെ ഹൃദയം കൊണ്ട് വെറുക്കട്ടെ. അതാണ് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ പടി. നമ്മുടെ വോട്ട് തിന്മയുടെ അധികാരം സ്ഥാപിക്കപ്പെടുന്നത് തടയാനും നന്മയുടെ അധികാരം സ്ഥാപിക്കാനും നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ്. പ്രിയപ്പെട്ടവരെ, തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ തീരുമാനം വിവേകപൂർണവും ദീർഘവീക്ഷണത്തോടെയുള്ളതുമായിരിക്കണം. സമൂഹത്തിന് മുഴുവൻ നീതിയും സമാധാനവും ഉറപ്പാക്കുന്നവരെ തിരഞ്ഞെടുക്കുക. വാഗ്ദാനങ്ങളിൽ മാത്രം വീഴാതെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനങ്ങളും നിലപാടുകളും വിലയിരുത്തുക. നമ്മുടെ ഈ ചെറിയ പ്രവർത്തനം ഈ രാജ്യത്തിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാവിയെ നിർണ്ണയിക്കുന്ന വലിയൊരു കർമ്മമാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും ഉത്തരവാദിത്തം ബോധത്തോടു കൂടി പ്രവർത്തിക്കാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.